മനുഷ്യന് ആവശ്യമുള്ളതിൽ കവിഞ്ഞ് പലതും ഉണ്ടാകണമെന്ന മനുഷ്യന്റെ ആഗ്രഹം, അത് ജീവിതത്തിൽ ഉണ്ടാക്കുന്ന നിരാശ. പ്രണയത്തിന്റെ ഒരു പ്രധാനമായ പ്രശ്നം എന്താണ്? ഒരു പെണ്ണിനെ സ്വന്തമാക്കണം, ഇഷ്ടപ്പെട്ട പുരുഷനെ സ്വന്തമാക്കണം. ഇതൊരു വലിയ ആഗ്രഹമാണ്. അതിനാണ് ഉമ്മാനെ ഉപേക്ഷിക്കുന്നത്, ഉപ്പാനെ ഉപേക്ഷിക്കുന്നത്. 22 കൊല്ലം വളർന്ന വീടും റൂമും പരിസരവും എല്ലാം വിട്ട് കാമുകന്റെ കൂടെ ഓടിപ്പോയിട്ട് എവിടെയോ ഒരു ലോഡ്ജിലെ ഒരു കുഞ്ഞി മുറിയിലേക്ക് അവൾ ഒതുങ്ങുന്നത് എന്തുകൊണ്ടാണ്? ആ ആഗ്രഹമാണ്, അത് പ്രാപിക്കാനുള്ള കൊതിയാണ്. പിന്നീട് അങ്ങോട്ടുള്ളതൊക്കെ നിരാശയുമാണ്. അതാണ് ഏറ്റവും രസകരമായ. ഒരു കാമുകനും സന്തോഷിച്ചിട്ടില്ല കേട്ടോ, അത് മനസ്സിലായിക്കൂടെ? ആ ഒളിച്ചോടി ഒന്നാകുന്നത് വരെയുള്ളത് ആ ഒന്നായ നിമിഷത്തിൽ അവസാനിക്കുന്ന, അത് അവർ തുറന്നു പറയില്ല ഒരിക്കലും. അങ്ങനെ പറയാൻ പറ്റില്ലല്ലോ, അത് തുറന്നു പറഞ്ഞ കാര്യങ്ങൾ പോയല്ലോ. പക്ഷെ മിക്ക ആളുകളുടെയും അവസ്ഥ അങ്ങനെയാണ്. നമ്മുടെ ജീവിതത്തിൽ മക്കളെ ഓർക്കുമ്പോൾ നിരാശ. 4 കുട്ടികളുണ്ടായിരുന്നു, 4 ആളും അങ്ങനെയൊക്കെ ആയിപ്പോയി എന്ന് പറയുന്ന വാചകങ്ങൾ. നല്ല പ്രതീക്ഷയോടുകൂടിയാണ് ആ കുട്ടിയെ കല്യാണം കഴിച്ചത്. എന്തോ എനിക്ക് വേണ്ട പെണ്ണായില്ല, നിരാശ. വീട് വെച്ചു, എവിടെ എത്തിക്കാൻ കഴിഞ്ഞില്ല, പലിശയായിപ്പോയി, പെട്ടെന്ന് തന്നെ വിൽക്കേണ്ടി വന്നു, നിരാശ. ജീവിതത്തിൽ ഏത് രംഗത്തുമുണ്ട് ആ നിരാശ കടന്നു വരിക എന്നുള്ളത്. എക്സാം എഴുതി വിചാരിച്ച മാർക്കല്ല ഉള്ളത്, വളരെ പരാജയമാണ്, വല്ലാത്തൊരു ഫീലിംഗ്. ഈ നിരാശ മൂക്കുമുണ്ടാകുക എന്താന്ന് വെച്ചാൽ ജീവിതം അവസാനിപ്പിക്കുക എന്നുള്ള ചിന്തയിലാണ് വരിക. നിങ്ങൾ നോക്കൂ, 1.25 ലക്ഷത്തോളം അംബിയാ മുർസലീങ്ങൾ ലോകത്ത് വന്നില്ലേ? വന്നു. അവരാരെങ്കിലും ആത്മഹത്യ ചെയ്തോ? ജീവൻ ഒടുക്കിയോ? നിരാശപ്പെട്ടതിന്റെ പേരിൽ അവർക്കാക്കെങ്കിലും. നിങ്ങൾ നോക്കൂ, ഖുർആനിലെ 21-ാം അധ്യായം 83, വഅയ്യൂബ ഇദ് നാദാ റബ്ബഹു അന്നി മസ്സനിയദ്ദുർ വഅൻത അർഹമുർ റഹീമീൻ. അദ്ദേഹത്തിന് ധാരാളം സ്വത്തുണ്ടായിരുന്നു, 6, 7, 8 മക്കളും ഉണ്ടായിരുന്നു, 2000 ചില്ലാനം വരുന്ന തൊഴിലാളികൾ ഉണ്ടായിരുന്നു, 5000-ഓളം വരുന്ന കാലികൾ ഉണ്ടായിരുന്നു. അങ്ങനെയൊക്കെ പറയുന്നുണ്ട്, ചെറിയ വ്യത്യാസത്തോടെ. അതെല്ലാം നഷ്ടപ്പെട്ടു, എല്ലാം രോഗിയായി, കുടുംബങ്ങളൊക്കെ ഉപേക്ഷിച്ചു. നിരാശ വരേണ്ട ഏറ്റവും വലിയ ഘട്ടമാണ്. ഒരു വ്യാഴവട്ടക്കാലം 12 കൊല്ലം അല്ലെങ്കിൽ 18 കൊല്ലം, 1.5 വ്യാഴവട്ടക്കാലം, അങ്ങേയറ്റത്തെ രോഗം. ഭാര്യയും ഭാര്യയുടെ ആങ്ങളെയും ഒഴികെ എല്ലാവരും ഉപേക്ഷിച്ചു. നിരാശ വരണമല്ലോ. പക്ഷെ അപ്പോഴും പറയുന്നത് അൻത അർഹമുർ റഹീമീൻ. എനിക്കിതൊക്കെ ഉണ്ടായിട്ടുണ്ട്, ശരിയാണ്, പക്ഷെ നീ പരമദയാലുവാണ്, കാരുണ്യവാനാണ്. ഇത് വെറുതെ പറയുന്ന ഭംഗിവാക്കല്ല, ഒരു പ്രവാചകന്റെ ഉള്ളിൽ തട്ടിയുള്ള വാക്കാണ്. ഖുർആനിലെ 21-ാം അധ്യായം 83-ാമത്തെ വചനമാണ്. ഈ ഇരിക്കുന്ന നമുക്കൊക്കെ, ഞാൻ ഉൾപ്പെടെയുള്ള നമുക്കൊക്കെ ഒരുപാട് ദുഃഖങ്ങളുണ്ട്, വേദനകളുണ്ട്, പ്രയാസങ്ങളുണ്ട്. പക്ഷെ ആ പ്രയാസങ്ങളെ എങ്ങനെ നോക്കിക്കാണണം? ദുഃഖം ഉണ്ടാവില്ല എന്നല്ല, ദുഃഖം ഉണ്ടാവും, നിരാശ ഉണ്ടാവും. പക്ഷെ അതിനെയൊക്കെ എങ്ങനെയാണ് കൺട്രോൾ ചെയ്യേണ്ടത് എന്നതാണ് ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ വിവരിക്കുന്നത്. ഈ പ്രാരാബ്ദങ്ങൾക്കിടയിൽ, പ്രയാസങ്ങൾക്കിടയിൽ. എന്നിട്ട് ഈ പ്രവാചകനെ കുറിച്ച് 84-ാമത്തെ വചനം 21-ാം അധ്യായം പറയുന്നത് എന്താണ്? നഷ്ടപ്പെട്ടത് അത്രയും കൊടുത്തു, അതിൽ കൂടുതലും കൊടുത്തു. അതെന്താ കാരണം? നിരാശ ഉണ്ടായിരുന്നില്ല, അള്ളാഹുവിൽ പ്രതീക്ഷ കൈവിട്ടിരുന്നില്ല. അള്ളാഹ് സാധാരണഗതിയിൽ ഇതെല്ലാം നഷ്ടപ്പെട്ടാൽ അള്ളാഹ് ക്രൂരനാന്നല്ലേ പറയേണ്ടത്? ശരിക്കും പറയേണ്ട അള്ളാഹു എന്നോട് ക്രൂരത ചെയ്തു എന്നല്ലോ. ഫഅമ്മൽ ഇൻസാനു ഇദാ മബ്തലാഹു റബ്ബുഹു ഫഅക്രമ അലൈഹി. അവിടെ അള്ളാഹ് എന്തെങ്കിലും നന്മ ചെയ്താൽ അത് എന്റെ റബ്ബ് എന്നെ ആദരിച്ചു എന്ന് പറയാം. ഫഅമ്മൽ ഇൻസാനു ഇദാ മബ്തലാഹു റബ്ബു, അള്ളാഹു അവന്റെ ജീവിതത്തിൽ നന്മ നൽകിയാൽ അത് റബ്ബ് ആദരിച്ചു എന്ന് പറയാം. ഇനി ഏതെങ്കിലും രൂപത്തിൽ ഉപജീവനം ഇടുങ്ങിയാലോ പടച്ചോൻ എന്നെ കൈവിട്ടു എന്ന് പറയാം. ഇൻകലബ അലാ വജീഹി, ഖുർആൻ ഉപയോഗിച്ച പദമാണ്. 22-ാം അധ്യായം 11-ാമത്തെ വചനം. ഒരു വക്കത്തിരുന്ന് അള്ളാനെ ഇബാദത്ത് ചെയ്യുക, നിരാശയോ പ്രതിസന്ധിയോ നേരിടുമ്പോ എന്താ അല്ലാഹ് എന്ന് ചോദിക്കുക. പ്രയാസം ഉണ്ടാവുക, ഞാൻ ഇങ്ങനെയൊക്കെ ജീവിച്ചിട്ടുണ്ട്, റബ്ബ് എന്തിനാ എന്നോട് ഇങ്ങനെ ചെയ്തത് എന്ന് സ്വാഭാവികമായി തോന്നുക. പൈശാചികമാണ്, ശരിക്കും മനസ്സിലാക്കിക്കൊള്ളാം. ഇവിടെ അൻത അർഹമുർ റഹീമീൻ, പടച്ചോനെ എനിക്ക് ശരീരം മുഴുവൻ പൊട്ടിയൊലിക്കുന്നുണ്ട്, അതിന്റെ പേരിൽ തന്നെ ദുർഗന്ധമുണ്ട്, അതിന്റെ പേരിൽ തന്നെ എല്ലാവരും എന്നെ ഉപേക്ഷിച്ചിട്ടുണ്ട്,
ഒരു നബിയായിട്ട് പോലും നീ എന്നോട് ഇങ്ങനെ ചെയ്യേ എന്നല്ല ചിന്തിക്കുന്നത്. വഅൻത അർഹമുർ റാഹിമീൻ, നീ പരമകാരുണ്യകനാണ്, നിന്റെ കാരുണ്യത്തിന്റെ ഭാഗമാണ് എനിക്കിത് തന്നത്. അതാ ചിന്ത. നിന്റെ കാരുണ്യമാണ് എന്നെ നീ ഇതിന് വിധേയമാക്കിയത്. സകല പാപങ്ങളും പൊറുക്കപ്പെട്ട് സകല പാപത്തിൽ രക്ഷപ്പെട്ട് പൂർണ്ണ പുണ്യത്തോടെ സ്വർഗത്ത് പോകാനാണ്. ഈ തിരിച്ചറിവാകണം നമുക്കെല്ലാവർക്കും ഉണ്ടാകേണ്ടത്. നമ്മുടെ എല്ലാവരെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു തിരിച്ചറിവ് നേടുക എന്നതാണ് വളരെ പ്രധാനമായ കാര്യം. ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഒരുപാട് പ്രായമായി അള്ളാഹുവിനോട് കുട്ടിനെ ചോദിച്ചു. 30-ാം അധ്യായം 100-ാമത്തെ വചനം. അല്ലാഹുവേ റബ്ബി ഹബ്ലി മിനസ് സ്വാലിഹീൻ, സ്വാലിഹായ ഒരു കുട്ടിനെ തരണേ. 30-ാം അധ്യായം സൂറത്ത് സാഫാത്ത് 100-ാമത്തെ വചനമാണ്. അപ്പൊ അദ്ദേഹത്തിന് കുട്ടികൾ ലഭിക്കുന്നതിന്റെ സന്തോഷ വാർത്ത അറിയിച്ചുകൊണ്ട് മലക്കുകൾ വന്ന രംഗം ഖുർആൻ പറയുന്നുണ്ട്. വിശുദ്ധ ഖുർആനിലെ 15-ാം അധ്യായം 55, 56, 57, 58 വചനം. ആ ഭാഗത്ത് പറയുന്ന ഒരു കാര്യമാണ്. അങ്ങനെ അദ്ദേഹത്തിന് ഒരു കുട്ടിയെ നൽകുന്ന യാഥാർത്ഥ്യത്തെ, അതിനാൽ താങ്കൾ നിരാശപ്പെടുന്നവരുടെ കൂട്ടത്തിലാകരുത്. ആശ അറ്റുപോകുന്ന ആളായിട്ട് താങ്കൾ ഒരിക്കലും വരാൻ പാടില്ല. മലക്കുകളുടെ വാചകമാണ്. ആ സമയത്ത് അദ്ദേഹം പറയാ, കാല വമൻ യഖ്നുതു മിർ റഹ്മതി റബ്ബിഹി ഇല്ലല്ലാഹൂൻ, എന്റെ റബ്ബിന്റെ കാരുണ്യത്തെ തൊട്ട് നിരാശനാകണമെങ്കിൽ ഞാനൊരു ലാലിമാകണമല്ലോ. അതില്ല. ലാലിമുകളെ അങ്ങനെ കരുതൂ, വഴിവേച്ചവരെ എന്ത് കരുതുള്ളൂ? അള്ളാഹുവിന്റെ കാരുണ്യത്തെ തൊട്ട് നിരാശരാകുകയുള്ളൂ. ലാ തഖ്നതു മിർ റഹ്മത്തില്ലാ, അള്ളാന്റെ കാരുണ്യത്തെ തൊട്ട് ഒരിക്കലും നിങ്ങൾ നിരാശരാകരുത്. അല്ലേ? വിശുദ്ധ ഖുർആനിലെ 39-ാം അധ്യായം 53-ാമത്തെ വചനത്തിൽ പറഞ്ഞ ലാ തഖ്നതു മിർ റഹ്മത്തില്ലാ, റബ്ബിന്റെ കാരുണ്യത്തെ തൊട്ട് നിരാശരാകരുത്. അള്ളാഹുവിന്റെ കാരുണ്യം ഈ പ്രപഞ്ചത്തെ മുഴുവനും ചൂഴ്ന്നു നിൽക്കുന്ന കാരുണ്യമാണ്. അതിനെ മനസ്സിലാകണമെങ്കിൽ കുറച്ചൊരു പ്രയാസമുണ്ട്, പഠിച്ച് മനസ്സിലാക്കേണ്ടതുണ്ട്. ഇപ്പൊ നിങ്ങൾ നോക്ക്, നമ്മുടെ ജീവിതത്തിൽ നമ്മളൊക്കെ കേട്ടിട്ടുള്ള ഒരു മഹാപണ്ഡിതൻ, കർമ്മശാസ്ത്ര പണ്ഡിതനാണ് ഉർവത്ത് ബിൻ സുബൈർ. വലിയ കർമ്മശാസ്ത്ര പണ്ഡിതനായിരുന്നു. അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ അദ്ദേഹത്തിന്റെ കാല് മുറിക്കേണ്ട ഒരു ഘട്ടം വന്നു. കാലിന് പഴുപ്പ് ബാധിച്ചു, കാല് മുറിക്കേണ്ട ഘട്ടം വന്നു. അദ്ദേഹം പറഞ്ഞു, ആയിക്കോട്ടെ, കുഴപ്പമില്ല, എന്നെ അനസ്തേഷ്യ നൽകി, അന്ന് എന്താണോ മയക്കാൻ ഉപയോഗിച്ചത് അത് നൽകി എന്നെ മയക്കരുത് എന്ന് പറഞ്ഞു. എന്റെ കാല് മുറിക്കും, എനിക്ക് റബ്ബിനെ സ്തുതിക്കണം, ഓർമ്മ വേണം, വേദന എനിക്ക് അനുഭവപ്പെടണം എന്ന് പറഞ്ഞ് അദ്ദേഹം കാല് മുറിപ്പിക്കുന്നുണ്ട്. കാല് മുറിച്ചു കഴിഞ്ഞ അദ്ദേഹത്തെ പുറത്തു കൊണ്ടുവരുമ്പോഴാണ് ഒരാൾ ഓടി വന്നിട്ട് പറയുന്നത്, നിങ്ങളുടെ 6 കുട്ടികളിൽ ഒരാള് മട്ടുപ്പാവിൽ നിന്ന് ടെറസിന്റെ മുകളിൽ നിന്ന് ഉയരത്ത് നിന്ന് വീണിട്ട് മരിച്ചിട്ടുണ്ട് എന്ന്. അപ്പൊ അദ്ദേഹം പറയുന്നു, അൽഹംദുലില്ലാ. കാല് മുറിച്ചപ്പോ അൽഹംദുലില്ലാ പറഞ്ഞു, മകൻ മരിച്ചേ കേട്ടു അൽഹംദുലില്ലാ പറഞ്ഞു. ഞാനിവിടെ പറയുന്നത്, ഇസ്ലാം ഒരു പ്രത്യേക മതം തന്നെയാണ്. വേറെ ഒരു മതദർശനങ്ങൾക്കും അവകാശപ്പെടാനില്ലാത്ത വിധമാണ് ഇസ്ലാമിക സമൂഹത്തെ രൂപപ്പെടുത്തിയെടുക്കുന്നത്. ഇസ്ലാമിക സൊസൈറ്റിയെ ഇസ്ലാം രൂപപ്പെടുത്തിയെടുക്കുന്നത് ഗംഭീരമായ ഒരു ആശയ തലത്തിലാണ്. ഇപ്പൊ എന്തുകൊണ്ടാണ് ഇപ്പൊ നമ്മളാരെങ്കിലും മകൻ ആക്സിഡന്റിൽ മഞ്ചേരി വെച്ച് മരിച്ചു എന്ന് പറഞ്ഞാൽ അൽഹംദുലില്ലാ പറയോ? ഇനി അങ്ങനെ അൽഹംദുലില്ലാ പറഞ്ഞാൽ കേട്ടിക്കുന്നവർ എന്ത് പറയും? വല്ലാത്തൊരു ദജ്ജാലി, സ്വന്തം മകൻ മരിച്ചതിന്റെ പേരിൽ പടച്ചോനെ സ്തുതിക്കുന്ന കള്ളക്കാക്ക കഴിഞ്ഞ് അല്ലേ? എല്ലാരും അങ്ങനെയല്ലേ പറയുന്നത്? അവിടെ അൽഹംദുലില്ലാ എന്ന് പറഞ്ഞപ്പോ അദ്ദേഹത്തോട് ആളുകൾ ചോദിച്ചു, നിങ്ങളെ കാല് മുറിച്ചപ്പോ അൽഹംദുലില്ലാ പറഞ്ഞു, മകൻ മരിച്ചു എന്ന് കേട്ടപ്പോ അൽഹംദുലില്ലാ പറഞ്ഞു. അപ്പൊ മകൻ മരിച്ചത് കൊണ്ടല്ല അൽഹംദുലില്ലാ പറഞ്ഞേ, കാല് മുറിച്ചത് കൊണ്ടല്ല അൽഹംദുലില്ലാ പറഞ്ഞേ. ബൈത്തുൽ ഹംദ് ആർക്കാണ്? സ്വർഗത്തിൽ ബൈത്തുൽ ഹംദ്, സ്വന്തം മക്കളുടെ മരണവാർത്ത കേട്ട് അൽഹംദുലില്ലാ എന്ന് ചെല്ലിയ ബാപ്പാക്ക് ബൈത്തുൽ ഹംദിന്റെ സ്വർഗത്തിൽ ബൈത്തുൽ ഹംദ്. വല്ലാത്തൊരു സ്ഥാനമാണത്. എന്താ അങ്ങനെ കാരണം? ഉർവത്ത് ബിൻ സുബൈർ പറഞ്ഞു, 6 മക്കളെ അല്ലാഹ് തന്നല്ലോ, എന്റെ റബ്ബ് എനിക്ക് 6 മക്കളെ തന്നല്ലോ, എനിക്ക് എന്റെ പരിശ്രമം കൊണ്ട് അത് സാധ്യമേ അല്ല. ആ 6 മക്കളിൽ 6 പേരെയും അല്ലാഹ് എടുക്കാലോ. എനിക്ക് 6 മക്കളെ തന്നിട്ടുണ്ടെങ്കിൽ അതിനെ ഫുൾ സ്റ്റോപ്പ് ചെയ്യാനും എടുക്കാനും തിരിച്ചു വിളിക്കാനും അല്ലാഹ്ക്ക് കഴിയല്ലോ. 5 ആളെ ബാക്കി വെച്ചിട്ട് ഒരാളെയല്ലേ അല്ലാഹ് വിളിച്ചുള്ളൂ. അൽഹംദുലില്ലാ. ഇതാണ് നിരാശയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഏറ്റവും പ്രധാനമായ. നിങ്ങൾ ഏത് കാര്യത്തിൽ ചിന്തിച്ചു നോക്കൂ, ഏത് വിഷയത്തിൽ നിങ്ങൾ എടുത്തു നോക്കൂ, അവിടെ ഒരു അൽഹംദുലില്ലാ ഉണ്ട്. ഇപ്പൊ നമ്മുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഹാരിസ് ബിൻ സലീം ഹോസ്പിറ്റലിലാണ്. ഞങ്ങളുടെ പള്ളിയുടെ വൈസ് പ്രസിഡന്റ് ഹോസ്പിറ്റലിലാണ്. രോഗമാണ്, ഒരാൾക്ക് കോമ പോലെയാണ്, അബോധാവസ്ഥയിലാണ് അബ്ദുൽ മജീദ് സാഹിബ് കുറേ ദിവസങ്ങളായിട്ട്. നേരെ മറിച്ച് ഹാരിസ് ബിൻ സലീം ബെറ്ററായി വരുന്നു. ഈ സമയത്ത് ഒരു വിശ്വാസിയുടെ മനസ്സെന്താണ്? മാ യസാലുൽ ബലാഉ ബിൽ മുഅ്മിനി വൽ മുഅ്മിനാതി ഫീ നഫ്സി വമാലി വവലദി
ഹത്താ യൽഖല്ലാഹു തആല വമാ അലൈഹി ഖതിയത്തുൻ മാ മിൻ മുസ്ലിമിൻ വലാ നസബിൻ വലാ ഹമ്മിൻ. ഇതൊക്കെ ഹദീസുകളാണ്. ഒരു സത്യവിശ്വാസിക്ക് ഇവിടെ ഇരിക്കുന്ന നമുക്ക് പരീക്ഷണങ്ങളായിക്കൊണ്ടേയിരിക്കും, തുടർച്ചയായി ആയിക്കൊണ്ടേയിരിക്കും. സ്വന്തം ശരീരത്തിൽ, പിന്നെയോ സമ്പത്തിൽ. പ്രധാനമായ ഒരു കാര്യം അതാണല്ലോ, അയാളുടെ സമ്പത്ത്. 2 അയാളുടെ സന്താനങ്ങൾ. ഈ 3ലും അയാൾക്ക് പരീക്ഷണമായിക്കൊണ്ടേയിരിക്കും. നല്ലൊരു മോനുണ്ടായിരുന്നു, എന്തോ കൂട്ടുകെട്ട്, കഞ്ചാവിലും മയക്കുമരുന്നിലും പെട്ടു. പോലീസ് അവനെ പിടിച്ചു, രക്ഷപ്പെടാത്ത വിധം അറസ്റ്റ് ചെയ്യപ്പെട്ടു, ജയിലിലടക്കപ്പെട്ടു. എന്തുമാത്രം വേദന ഉണ്ടാവും ഒരു ബാപ്പാക്ക്. അല്ലാഹ് പറയാണ്, അത് ക്ഷമിക്കാനും സഹിക്കാനും അങ്ങേയറ്റത്തെ പ്രാർത്ഥന കൊണ്ട് ജീവിതത്തെ മുന്നോട്ട് നീക്കാനും ഒരു ബാപ്പാക്ക് കഴിയണം. അപ്പൊ എന്താവും? പാപമുക്തനായിട്ട് അയാൾ അള്ളാനെ കണ്ടുമുട്ടും. ആ ബാപ്പല്ലേ, ആ മകന്റെ വാപ്പ. ആ സ്വത്ത് കണ്ടോല് പിടിച്ചെടുത്ത് കള്ളക്കടലാസ് ഉണ്ടാക്കി പിടിച്ചെടുത്തപ്പോ നെഞ്ചു വേദനിച്ചിരുന്നു. മക്കൾക്ക് വേണ്ടി സമ്പാദിച്ചതാ, നിയ്യത്തതായിരുന്നു. വേദനുണ്ട്, പക്ഷെ ആ വേദന ക്ഷമിക്കുകയും ഇതൊക്കെ നിന്റെ പരീക്ഷണമാണ്, ഇതൊക്കെ സഹിക്കാൻ ഞാൻ തയ്യാറാണ്, നീ വിചാരിച്ചതെന്തും കുല്ലം യുസീബനാ ഇല്ലാ മാ കതബല്ലാഹു ലനാ ഹുവ മൗലാനാ. ഞാൻ അള്ളാഹിനോട്, ഹാരിസ് ഇബ്നു സലീം അദ്ദേഹം നിർവഹിക്കുന്ന ഒരു ദൗത്യമുണ്ട്. ഈ സമൂഹത്തിന് അദ്ദേഹത്തിന് ഒരിടമുണ്ട്, ലോകത്ത് പലർക്കുമില്ലാത്ത ഒരിടം. അങ്ങനെ വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. കുടുംബത്തെ, സമൂഹത്തെ, മക്കളെ രൂപപ്പെടുത്തുന്നതിൽ നിർണായകമായ വാക്ചാതുരി കൊണ്ട് അനുഗ്രഹിക്കപ്പെട്ട ഒരാളാണ്. ഞാനിങ്ങനെ ചിന്തിച്ചു, അദ്ദേഹം മരിച്ചുപോയി. അപ്പൊ സമൂഹത്തിൽ അള്ളാഹു വേറൊരാളെ കൊണ്ടുവരും. അള്ളാഹുവിന്റെ നടപടിക്രമം തുടരാതിരിക്കില്ല. നമുക്കാണ് ദുഃഖം, നമുക്ക് ഭാവിയെ പറ്റി അറിയാത്തത് കൊണ്ടാണ്. എത്രയോ പ്രബോധകന്മാർ മരിച്ചുപോയില്ലേ, മുർമുലെ മരിച്ചുപോയില്ലേ, ധാരാളം ആളുകൾ മരിച്ചില്ലേ, എത്ര ഉദാത്തമായ പണ്ഡിത ലോകം, സ്വഹാബത്ത് എല്ലാവരും പിരിഞ്ഞില്ലേ, പ്രവാചകന്മാർ ലോകത്തോട് ഇവിടെ പറഞ്ഞില്ലേ. അബൂബക്കർ സിദ്ദീഖ് എന്തിനാണ് ഉമർ ഇബ്നുൽ ഖത്താബിന് ഉമറെ നിരാശപ്പെടല്ലേ, അള്ളാന്റെ റസൂൽ മരിക്കുന്നു പറഞ്ഞിട്ടുണ്ട് ഉമറെ, ഈ ഭ്രാന്തമായ അവസ്ഥ ഒഴിവാക്ക്, അള്ളാന്റെ റസൂലാണെങ്കിലും മരിക്കും, ആയത്തോതി കൊടുക്കുകയാണ്. എന്താ നിരാശ ബാധിച്ചപ്പോ ആയത്തോതി കൊടുക്കുകയാണ്. ഞാൻ പറയുന്നത്, നമുക്ക് കൃത്യമായ ഒരു ജീവിത വ്യവസ്ഥ, ചിന്താ വ്യവസ്ഥ, വിശ്വാസ സംഹിത ഉണ്ട്. അതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പൊ പരീക്ഷണങ്ങൾ ഉണ്ടാവും. അപ്പൊ നിങ്ങൾ നോക്കൂ, നമുക്ക് ഏറ്റവും സഹിക്കാൻ പറ്റാത്ത, അല്ലെങ്കിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം പല കാര്യങ്ങളും നമ്മൾ ഉയർന്നു നോക്കുമ്പോഴുള്ള ചില പ്രശ്നങ്ങളാണ്. കണ്ടോ, അവർക്ക് നല്ലൊരു വീടുണ്ട്, ഭാര്യ പറയാണ്, നിങ്ങൾ നോക്കുക, അയാൾ 2 കൊല്ലം ഗൾഫ് പോയി, എന്നൊരു കൊട്ടാര സമാനമായി നിങ്ങളിവിടെ ഒരു ചെറ്റക്കുടിലാലെ ഒരു ഓടിട്ട വീട് എന്ന് പറയാം. അതെന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? ഈ സ്ത്രീ, ഈ ഭാര്യ, ഈ മകൾ, ഈ ഉമ്മ എങ്ങനെ ചിന്തിക്കണം? അതിന്റെ തൊട്ടപ്പുറത്ത് 5 വീടുകളുണ്ട്, ചെറ്റക്കുടില് കോളനിയാണ്, ആയിരക്കണക്കിന് വീടുകളുണ്ട്, ചളിയാണ്, മണ്ണാണ്, എല്ലാം ഉണ്ട് അവിടെ, വൃത്തി തന്നെയില്ല. അങ്ങനെ ജീവിക്കുന്ന കുറെ ആളില്ലേ. അതുകൊണ്ടാണല്ലോ റസൂൽ എന്ത് പറഞ്ഞേ, അതെ, ജീവിതത്തിൽ നിങ്ങൾ എപ്പോഴും ഉയർന്നവരിലേക്ക് നോക്കുമ്പോൾ നിങ്ങൾക്ക് നിരാശ ഉണ്ടാവുള്ളൂ. നിങ്ങൾ അംബാനിയെയും ബിൽഗേറ്റ്സിനെയും ടാറ്റയെയും യൂസുഫ് അലി സാഹിബിനെയും ഒക്കെ നോക്കിയിട്ട് നെടുവീർപ്പെടേണ്ട ആളുകളല്ല നിങ്ങൾ. ഉന്നുറു നോക്കൂ, റസൂൽ എന്ന് പറയണം സല്ലല്ലാഹു അലൈഹി വസല്ലം, ഉന്നുറു ഇലാ മൻ ഹുവ അസ്ഫല മിൻകും, നിങ്ങളെ താഴെയുള്ളവരിലേക്ക് നോക്ക്. വീടില്ലാതെ ഒരുപാട് ആളില്ലേ, ഒരു തുണ്ട് ഭൂമി ഇല്ലാത്തവരില്ലേ. ഐഷ ബീബിനോട് റസൂൽ, ഫാത്തിമ ബീബിനോട് മുത്ത് ഹബീബ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതല്ലേ. ഫാത്തിമ ബീബി പറയാണ്, നബി ഏത് നോക്കി നിങ്ങള്, കൈ പൊട്ടിയിരിക്കുന്നു. സിമ്പിളായ വിഷയം ഞാൻ പറയുന്നത്, എന്റെ കൈ പൊട്ടിയിരിക്കുന്നു, ആസുകല്ല് പിടിച്ചിട്ട് എന്റെ കൈ പൊട്ടിയിരിക്കുന്നു, എനിക്കൊരു വൃത്തിനെ വേണം, ഒരു വൃത്തിയെ വേണം. നബിയുടെ മുഖം ചുവന്നു തുടുത്തുന്ന സ്വന്തം മകളോടാണ്. ഫാത്തിമ, നിനക്കറിയോ, നിനക്കിപ്പോ ഒരു വൃത്തി, ബാക്കി സൗകര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, ഭർത്താവുണ്ടല്ലോ, വീടുണ്ടല്ലോ, ആസുകല്ലുണ്ടല്ലോ, പിടിക്കാൻ കൈയുണ്ടല്ലോ, എന്നാ സ്വന്തമായിട്ട് വീടില്ലാത്ത അഹ്ലു സുഫത്തതാ ഫാത്തിമ. 300 ചില്ലാണം വരുന്നവർ, ഒരു തുണ്ട് ഭൂമിയില്ല, ഉടുതുണിക്ക് മറുതുണിയില്ല. ഉസ്മാൻ ഇബ്നു അഫ്ഫാനെ പോലെ അവർ കൊടുക്കുന്ന ഭക്ഷണം കഴിച്ചിട്ട് അവർ ജീവിക്കുന്നത്. അവരുണ്ടായിരിക്കെ എന്റെ പൊന്നുമോളെ ഞാൻ നിനക്ക് അങ്ങനെ ഒരാളെ വെച്ച് തരില്ല. നോക്കൂ എത്ര പോസിറ്റീവായ. എന്നിട്ട് റസൂല, ഞാൻ നിനക്ക് ദിക്ർ പഠിപ്പിച്ചത് രാത്രി ചെല്ലാണ്, സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് അല്ലാഹു അക്ബർ. അല്ലാഹു അക്ബർ 34 വട്ടം ചൊല്ലിക്കോ, ബാക്കിയുള്ള 33 വട്ടം ചൊല്ലിക്കോ. സഫീൻ യുദ്ധത്തിൽ പോലും അലി റളിയല്ലാഹു അത് ചെല്ലീന പഠിപ്പിച്ചു കൊടുക്കുകയാണ് റസൂലുള്ള മരുമോനെയും മകളെയും. ഞാൻ പറയുന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ നോക്കാനാ. ഉൻദുറു ഇലാ മൻ ഹുവ അസ്ഫല മിൻകും വലാ തൻദുറു ഇലാ മൻ ഹുവ ഫൗകകും ഫഹുവ അജ്ദറു വല്ലാ തസ്തറു നിഅമത്തല്ലാഹി അലൈക്കും. എത്ര മനോഹരമായ വാചകമാണ്. നിനക്ക് അല്ലാഹ് നൽകിയ അനുഗ്രഹത്തെ നിസാരവൽക്കരിക്കാതിരിക്കാൻ, നിന്റെ അനുഗ്രഹത്തിന്റെ മഹത്വം മനസ്സിലാകണമെങ്കിൽ നിന്നേക്കാൾ കഷ്ടപ്പെടുന്നവരിലേക്ക് നോക്ക്. അപ്പം നിനക്ക് കിട്ടുന്നൊരു സമാധാനമുണ്ട്. നാദാ, റോഡ് സൈഡിൽ 10 ലക്ഷം റുപ്യ സെന്റിന് കിട്ടുന്ന 10 സെന്റ് ഭൂമി എനിക്കുണ്ടല്ലോ പടച്ചോനെ. ആ ഭൂമിയിൽ ഒരു പഴയ കാലം വല്യാപ്പുണ്ടാക്കിയ വീടാ ആയിക്കോട്ടെ,
ഈ സ്ഥലം ഞാൻ വിറ്റാൽ എനിക്ക് ചെറിയൊരു വിലക്ക് നല്ല വീടുണ്ടാക്കാലോ, ബാക്കി കുറച്ച് സ്ഥലം വാങ്ങാലോ, ഒരു ഇത്തിരി ഉള്ളോട്ടാണ് പോയാൽ ഒരു 2 വീലറോ 4 വീലറോ ഓട്ടോറിക്ഷ കിടക്കുന്ന ഒരു സ്ഥലത്തേക്ക് പോയാൽ. മാത്രമല്ല, നമ്മളൊരു കാര്യം പ്രത്യേകം മനസ്സിലാക്കുക, നമ്മൾ ആരാണ് ശരിക്ക്? സ്വർഗത്തിൽ നിന്ന് ആദം അലൈഹിസ്സലാം ഇറങ്ങിപ്പോന്നു, ആ സ്വർഗത്തിലേക്ക് ചെല്ലണം അല്ലേ? സൂറത്ത് ബഖറ 38-ാമത്തെ വചനം എന്താ? നിങ്ങളുടെ മുമ്പിൽ പ്രവാചകന്മാരിലൂടെ ഒരു മാർഗദർശനം പഠിപ്പിച്ചു തന്നു, അതനുസരിച്ച് ജീവിച്ചാൽ ഫലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ, ദുഃഖിക്കണ്ടട്ടോ, ഭയപ്പെടണ്ടട്ടോ. എന്നിട്ടോ മഹാനായ അബ്ദുർ ഗഫാരിയോടാണെന്ന് തോന്നുന്നു, അദ്ദേഹത്തോട് നബി ചോദിക്കുകയാണ്, അങ്ങ് യാത്ര പോകാറുണ്ടോ? അദ്ദേഹം പറഞ്ഞു, അതേ യാത്ര പോകാറുണ്ട്. പാതേയം കരുതാറുണ്ടോ? യാത്രക്ക് ആവശ്യമായ സാധനങ്ങൾ ബാഗിൽ എടുത്ത് വെച്ച് തൂക്കി പിടിച്ചു പോകാറുണ്ടോ എന്ന്. ഇന്നത്തെ കാലത്തുള്ള ആളുകൾക്ക് മനസ്സിലാകാനാണ് ബാഗ് എന്നൊക്കെ പറഞ്ഞ്. ഇനി നാളാണ് പുറത്തിറങ്ങിയിട്ട് അങ്ങനെ ഒരു ബാഗ് ഉണ്ടായിരുന്നു, അതിപ്പോ ബാൽശ്ശേരിക്ക് തെറ്റിയിരിക്കും, അങ്ങനെ പറയണ്ട. ഞാൻ പറഞ്ഞതിന്റെ ഉദ്ദേശം അങ്ങനെയാണ്. അപ്പോ അതെടുത്ത് പോകാറുണ്ടോ എന്ന് ചോദിച്ചാൽ പറഞ്ഞു, അതേ പോകാറുണ്ട്. ഇന്ന് അള്ളാഹുവിലേക്കുള്ള യാത്രക്ക് എന്തെങ്കിലും ഒരുക്കിയിട്ടുണ്ടോ? അടിസ്ഥാനപരമായി നമുക്ക് ഡൽഹിയിൽ പോകാം, അമേരിക്കയിൽ പോകാം, പലയിടങ്ങളിലും. ഖുർആൻ സൂറത്ത് മുൽക്കിൽ അല്ലാഹു പറയാണ് 16-17 വചനം, പൊയ്ക്കോളി, ലണ്ടനിലോ അമേരിക്കയിലോ ഫ്രാൻസിലോ ഇറ്റലിയിലോ ജർമ്മനിയിലോ സ്വിറ്റ്സർലാൻഡിലോ എവിടെ വേണേ പോയിക്കോളി, സൗദിയിലോ ഖത്തറിലോ കുവൈത്തിലോ എവിടെ പോയിക്കോളി, പക്ഷെ എണ്ണിലേക്കാണ് മടക്കപ്പെടുന്നതെന്ന് മറക്കരുത്. അപ്പൊ എവിടെയും നമുക്ക് പോകാം, പക്ഷെ നമ്മൾ മടങ്ങിപ്പോകേണ്ടവരാണ്. അബ്ദുല്ലാഹി ഉമറിന്റെ ഷോൾഡർ പിടിച്ചിട്ട് മുത്ത് ഹബീബ് പറഞ്ഞ എന്താണ്? കുൻ ഫിദ്ദുന്യാ കുൻ ഫിദ്ദുന്യാ കുൻ ഫിദ്ദുന്യാ കഅന്നക ഗരീബുൻ ഔ ആബിറു സബീൽ. ഈ ദുനിയാവിൽ ഒരു വഴിയാത്രക്കാരനെ പോലെ അബ്ദുല്ലാഹ് ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു മകനോട് പറയാണ്, യാ അബ്ദുല്ലാഹ് കുൻ ഫിദ്ദുന്യാ കഅന്നക ഗരീബുൻ ഔ ആബിറു സബീൽ. ഈ ദുനിയാവിൽ ഒരു വഴിയാത്രക്കാരനെ പോലെ, ഒരു അപരിചിതനെ പോലെ. എന്നിട്ട് പറയണെന്ത്? ഹദീസിന്റെ ബാക്കി ഭാഗം, പ്രഭാതമായാൽ ഒരു പ്രദോഷത്തെ പ്രതീക്ഷിക്കല്ലേ, ഒരു പ്രദോഷമായാൽ ഒരു പ്രഭാതത്തെയും പ്രതീക്ഷിക്കല്ലേ. അതാണ്. അങ്ങനെ ചിന്തിക്കുകയാണെങ്കിൽ ഈ ദുനിയാവിൽ എന്ത് സമ്പാദിച്ചാലും ഒക്കെ വിട്ടേച്ചു പോകില്ലേ. എനിക്കറിയാവുന്ന ഒരു വലിയ ധനാഢ്യൻ ദുബായിലായിരുന്നു, കടവത്തൂരാണ് അദ്ദേഹത്തിന്റെ വീട്. 2 കല്യാണം കഴിച്ചിരുന്നു, മക്കളുണ്ടായിരുന്നില്ല. കൊട്ടാര സമാനമായ വീട് ഒഴിഞ്ഞു കിടക്കുക, ആരുമില്ല, മക്കളില്ല, വലിയ കൊട്ടാരമാണ്, അനേക സമ്പത്താണ്, ഇന്നും കോടികളുടെ ആസ്തിയാണ്, അനുഭവിക്കാൻ ആളില്ല. അദ്ദേഹം 6 അടി മണ്ണിലാണ്. ഫെറാറി കാറുണ്ടോ? ഉണ്ട്. ബെൻസ് ഉണ്ടോ? ഉണ്ട്. വാങ്ങാൻ പറ്റിയായിരുന്നു. ഹലാലായ വഴിക്ക് വാങ്ങാൻ പറ്റുമോ? പറ്റിയായിരുന്നു. എന്നിട്ട് ഇതെല്ലാം ഉണ്ടായി, ഇതെല്ലാം കാർപോർച്ചിലുണ്ട്, കൊട്ടാരമുണ്ട്, എല്ലാ സൗകര്യങ്ങളും ഉണ്ട്, ഫാക്ടറി ഉണ്ട്. എന്തുണ്ടായിട്ടെന്താ? മരിച്ചാൽ ആ കാറിലല്ലേലോ കബറടക്കുന്നത്? AC റൂമിലെ ശീതീകരിച്ചെടുത്തല്ലേലോ കബറടക്കുന്നത്? അല്ല. പിന്നെ എല്ലാരും കിടക്കണ പള്ളിക്കാട്ടില് ആരാ മോനെ ആ കബറിന്റെ അടുത്ത്? അത് മൊയ്തീനാജി ആയിരുന്നു. ആര്? തട്ടുകടയിൽ ചായ വിളമ്പിയെ ആ മൊയ്തീനാജിന്റെ അടുത്ത് ആ കോടീശ്വരൻ പോയി കിടക്കുന്നത്. ഓലെ രണ്ടാളെയും വേർതിരിക്കുന്നത് എന്തുകൊണ്ടാ? അനഅത്ഖാകുംബില്ല, നിങ്ങളിൽ ഏറ്റവും വലിയ മുത്തക്കി ഞാനാണ്. അത്തഖ്വാഹുന, തഖ്വ ഇവിടെ ഉണ്ടാവുമ്പാണ് വിജയമുള്ളത്. അല്ലാണ്ട് ആരടുത്ത് കിടക്കണ അപ്പുറം കിടക്കണ്? ഏതെങ്കിലും ഒരു ചെറ്റക്കുടിയിൽ പോയിട്ട് കോടീശ്വരൻ കിടക്കുവോ? പക്ഷേ പള്ളിക്കാട്ടിൽ കിടക്കേണ്ടി വരും അല്ലേ? ആ പള്ളിക്കാട്ടിലെ 6 അടി മണ്ണിലെ മണിയറയിലേക്ക് നമ്മുടെ ശരീരത്തെ കൊണ്ടുവെക്കണം. അപ്പൊ ആലോചിക്കേണ്ടത്, ദുനിയാവിലെ നിരാശ എന്ന് പറയുന്നത് നമ്മെ ബാധിക്കുന്ന വിഷയാകാൻ പാടില്ല. പ്രവാചകന്മാരുടെ ജീവിതത്തിൽ നിങ്ങൾക്കറിയാലോ, പല പ്രവാചകന്മാരും, സക്കരിയ അലൈഹിസ്സലാം, ഞാൻ ഒരു ഉദാഹരണം പറയാം. കല്യാണം കഴിച്ച് കുട്ടികളില്ല. എനിക്ക് ചില സുഹൃത്തുക്കളുണ്ട്, അവരുടെ മുഖത്ത് നിരാശ വരുമ്പോ ഒക്കെ ഞാൻ അവരോട് പറയും, എന്തിനാ നിരാശപ്പെടുന്നത്? സക്കരിയ അലൈഹിസ്സലാം പറയാണ്, പടച്ചോനെ, എന്റെ എല്ല് ദുർബലമായി റബ്ബേ. എന്റെ ഭാര്യ ഭൗതികമായി പറയണേ, ഓള് പ്രസവിക്കൂല, ഉറപ്പായിട്ടും പ്രസവിക്കൂല. പക്ഷേ പടച്ചവനെ, വലംബക്കും ബി ദുആഇക റബ്ബി ശഖിയ, നിന്നോട് ദുആ ഇരക്കുന്നതിൽ എനിക്ക് നിരാശല്ല, എനിക്ക് പ്രയാസമല്ല, എനിക്ക് ബുദ്ധിമുട്ടില്ല. എന്താ അതിൽ പറയുന്നത്? എനിക്ക് വാർദ്ധക്യമുണ്ടായി, അതിന് വിഷയം എന്നെ സംബന്ധിച്ചിടത്തോളം. പക്ഷെ നിനക്ക് കുൻ ഫയക്കൂൻ, അത്രേ ഉള്ളൂ. നീ വിചാരിച്ച അത്രേ ഉള്ളൂ. കാരണം അള്ളാനെ മനസ്സിലാക്കി ഒരുത്തൻ അവനവനിലേക്ക് എനിക്ക് കഴിയും, നിനക്ക് കഴിയില്ല, അള്ളാഹ്ക്ക് കഴിയും. അലാ കുല്ലി ഷൈഇൻ ഖദീർ. അതുകൊണ്ട് പറയാണ്, റബ്ബേ, ഇങ്ങനൊക്കാണ്. വാർദ്ധക്യത്തിലാണ്, തലമുടി കത്തിയിരിക്കുന്നു, അത്രയും വെളുത്തിരിക്കുന്നു, അത്രയും വലിയ വാർദ്ധക്യം. ഇനി സെമിനൽ വെസിക്കിളിൽ നിന്നൊരു ഇന്ദ്രിയത്തിന്റെ പ്രവാഹം ഒന്നും ഉണ്ടാവില്ല എന്നാണ് അതിന്റെ വേറൊരർത്ഥം. എന്നിട്ട് പറയാണ്, എന്റെ ഭാര്യയാണെങ്കിൽ വന്ധ്യയാണ്, എന്നെ അഥവാ ഞങ്ങൾ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടാൽ ഗർഭിണിയാവൂല. പക്ഷെ നാദാ യരിസുനി വയരിസു മിൻ ആലി യാഖൂബ്, അതെന്താ പറയണേ?
വരാനിരിക്കുന്ന ഒരു തലമുറയെ കുറിച്ച് ചെറിയൊരു നിരാശ എനിക്കുണ്ട്. നോക്കണം, ഖുർആനാ പറയുന്നത് 19-ാം അധ്യായം 1 മുതലുള്ള 10 വരെയുള്ള പടച്ചോനെ വരാനിരിക്കുന്ന ഒരു തലമുറ, അവർക്ക് ധാർമ്മികത പഠിപ്പിച്ചു കൊടുക്കുന്ന എന്റെ ശേഷം ഒരു മോൻ വേണേ. എന്തോ ഒരു പ്രാർത്ഥനയത്. അങ്ങനെ അള്ളാഹ് യഹിയാ നബീനെ കൊടുക്കുക. യാ യഹിയ ഖുദിൽ കിതാബ് ബിഖുവത്തിൻ, അല്ലെ? ആ യഹിയ ഈ വേദഗ്രന്ഥത്തെ മുറുകെ പിടിക്കി. ഒറ്റ പ്രാവശ്യം പ്രസംഗിച്ചിട്ടുള്ള അപ്പോഴേക്ക് കൊല്ലപ്പെട്ടു. യഹിയാ നബി കൊല്ലപ്പെടേത് വാളുകൊണ്ട് കഴുത്തരിഞ്ഞു കളഞ്ഞു ജനങ്ങൾ. ഞാൻ പറയുന്നത് അവർക്കാർക്കും പടച്ചോനോട് ചോദിക്കുന്നതിൽ നിരാശയില്ല. ഒരു നബിമാരും നിരാശപ്പെട്ടു കിട്ടിയാ കിട്ടട്ടെ പോയാ പോയി അങ്ങനല്ല, ഉറപ്പായിരുന്നു അവർക്ക്. ഇവിടെ അല്ലെങ്കിൽ റബ്ബാ ചോദിച്ചതിന് കൂലി തരുമെന്ന ഉറപ്പായിരുന്നു. നമ്മളിൽ പലരും എന്താ ചെയ്യുന്നത്? നമ്മളിൽ പലർക്കും നിരാശയാണ്, ജീവിതത്തിലുടനീളം നിരാശയാണ്. ഒരു കാര്യം ഞാൻ വളരെ കൃത്യമായി പറയാം, എന്തിന് ഭയക്കണം? എന്തിനാണ് ഭയക്കുന്നത്? ഒരു കാര്യം കേട്ടോളൂ നിങ്ങൾ. വമാ മിൻ ദാബത്തിൻ ഫിൽ അർളി ഇല്ലാ അലല്ലാഹി റിസ്ഖുഹാ വയഅലമു മുസ്തഖറഹാ മുസ്തഉദഹാ കുല്ലും ഫീ കിതാബിൻ മുബീൻ. വളരെ വ്യക്തം. ഭൂമിയിൽ യാതൊരു ജന്തുവും, അള്ളാഹ് പറയുന്ന ഒരു വളരെ പ്രധാനമാണ്, നിങ്ങളാരും ഭക്ഷണം കൊടുക്കാത്ത, സ്വയം ഭക്ഷണം തേടാൻ കഴിവില്ലാത്ത നിങ്ങളാരും ഭക്ഷണം കൊടുക്കാത്ത ജീവിക്ക് ഞാൻ ഭക്ഷണം കൊടുക്കുന്നുണ്ട് എന്നല്ല പറയാൻ. ഭൂമിയിൽ യാതൊരു ജന്തുവും അതിന്റെ ഉപജീവനം അള്ളാഹു എന്തൊരു പ്രയോഗാത്. ഒരു പാർട്ടി നമ്മുടെ ജീവിതത്തിൽ എന്നും ഭക്ഷണം തരാന്ന് പറഞ്ഞാൽ അത് നടന്നോളുന്നില്ല. ഇവിടെ അള്ളയാണ് പറയുന്നത്. ഏതെങ്കിലും ഒരു പ്രസ്ഥാനം ആ 10 വീട്ടുകാരെ പൊട്ടിക്കൊള്ളാന്ന് പറഞ്ഞാൽ ഒരു നിശ്ചിത കഴിഞ്ഞാൽ പിന്നെ അത് കിട്ടൽ മുടങ്ങിയാലോ, ഇതുവരെ നിങ്ങൾ നോക്കി, ഇനി ഞങ്ങൾക്ക് പറ്റൂലട്ടോ. ഇവിടെ അള്ള എന്താ പറയുന്നത്? ഞാൻ സൃഷ്ടിച്ച സകല ജീവജാലങ്ങളുടെയും ഉപജീവന ബാധ്യത ഞാൻ ഏറ്റെടുത്തിരിക്കുന്നു എന്നാണ്. രണ്ടാമത്തതോ, അവയുടെ താമസ സ്ഥലവും സൂക്ഷിപ്പ് സ്ഥലവും എല്ലാം സ്പഷ്ടമായ രേഖയിലുണ്ട്. ഉറുമ്പ് ശേഖരിച്ചു വെക്കുന്ന ഭക്ഷണം എവിടെയാണ് നമുക്കറിയില്ല, പടച്ചോനറിയാം. എല്ലാ ജീവജാലങ്ങളുടെയും ആവാസ വ്യവസ്ഥ നിങ്ങൾ കണ്ടോ? എത്രയോ ദരിദ്രര് മക്കളെ കെട്ടിക്കുന്നുണ്ട്. മക്കളെ കെട്ടിക്കാൻ ഒരു കയ്യൊക്കെ നീട്ടിയിട്ടുണ്ടെങ്കിലും ദരിദ്രനായി എന്നുള്ളതിന്റെ പേരിൽ മോളെ വീട്ടിൽ കിടന്ന ആരും ഉണ്ടാവില്ല. എങ്ങനെങ്കിലും നടക്കും ഈ ദുനിയാവില്, നടന്നിട്ടുണ്ട്. അപ്പൊ ഭയപ്പാടല്ല, ഇൻഷാ അല്ലാ എന്ന റബ്ബിലുള്ള അഗാധമായ പ്രതീക്ഷ. അബൂബക്കർ സിദ്ദീഖേ, അല്ലേ? കേട്ടോളെ നിങ്ങള്, അബൂബക്കർ സിദ്ദീഖെ ബേജാറാണ്ട, അവരിങ്ങോട്ട് കുനിയല്ലേ, കുനിഞ്ഞെന്നെ കാണുന്നല്ലേ നിനക്ക് ബേജാറ്, നിരാശ? കുനിയണെങ്കിൽ റബ്ബിന്റെ തൗഫീക്ക് അവർക്ക് കിട്ടണം, ഉണ്ടാവൂല. അള്ളാഹ് നമ്മളെ കൂടെ ഉണ്ട്, ബേജാറാകണ്ട. ഇതാണ് ഒരു വിശ്വാസിയുടെ മനോഘടന. ഭാര്യയോട് പറയണം, മക്കളോട് പറയണം, ബേജാറാകണ്ട, അല്ലേ? ആ ഒരു മാനസിക സ്ഥിതിയിലേക്ക് നമ്മൾ വളരണം. എന്റെ റബ്ബിന്റെ അടുത്ത് എനിക്കൊരു വീടുണ്ടാകുന്നു പറഞ്ഞ ആസിയ ബീവിയിലേക്ക് നമ്മൾ ഉയരണം, സുമയ്യ ബീവിയിലേക്ക് നമ്മൾ ഉയരണം. എന്നെ നിങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയില്ല എന്നുള്ള വാചകത്തിലേക്ക്, സഫിയയിലേക്ക് നമ്മൾ ഉയരണം. നമ്മുടെ സഹോദരിമാർ ഉയരണം. അങ്ങനെയാണ് അള്ളാഹു നമ്മളെ പഠിപ്പിക്കുന്നത്. രണ്ടാമത്തെ കാര്യോ, മാ സാബം മിൻ മുസീബത്തിൻ ഫിൽ അർളി വലാ ഫീ അൻഫുസികും ഇല്ലാ ഫീ കിതാബിൻ മിൻ ഖബൽ അൻ നബ്റഅഹാ ഇന്ന ദാലിക അലല്ലാഹി യസീർ. സൂറത്ത് ഹദീദ് 52-23. ഭൂമിയിലോ നിങ്ങളുടെ ദേഹങ്ങളിൽ തന്നെയോ യാതൊരാപത്തും ബാധിക്കുകയുണ്ടായിട്ടില്ല. അതിനുണ്ടാകുന്നതിന് മുമ്പ് തന്നെ അതൊരു രേഖയിൽ രേഖപ്പെടുത്തിയിട്ടല്ലാതെ. അതെല്ലാം അല്ലാഹുവിനെ സംബന്ധിച്ചിടത്തോളം വളരെ എളുപ്പമാണ്. ലിക്കൈല, അങ്ങനെ ചെയ്തത് എന്തിനാണ്? അങ്ങനെ ചെയ്തത് നിങ്ങൾക്ക് നഷ്ടപ്പെട്ടതിന്റെ പേരിൽ നിങ്ങൾ ദുഃഖിക്കാതിരിക്കാൻ, നിരാശരാകാതിരിക്കാൻ, അതുപോലെ നേടിയതിന്റെ പേരിൽ അമിതമായി ആഹ്ലാദിക്കാതിരിക്കാനുമാണ് ഇത് ചെയ്തത് എന്നാ പറയുന്നത്. അതുകൊണ്ട് തന്നെ ദുനിയാവിലെ എന്ത് പ്രതിസന്ധി നമ്മുടെ മുമ്പിൽ വരുമ്പോഴും, അല്ലെ, നിങ്ങൾ നോക്കൂ, ഒരു മുക്കുവൻ ജീവിതത്തിൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ കാണാൻ പറ്റൂ, തിരമാലയുണ്ട് എന്ന് വിചാരിച്ചിട്ട് കടലിൽ തോണി ഇറക്കാതിരിക്കാറില്ല. എന്നിട്ട് ആയ കടലിൽ പോയി മുങ്ങി മരിക്കുന്നില്ലുണ്ട് എന്ന് കരുതി തോണി ഇറക്കാതിരിക്കുന്നുണ്ടോ? ആ മുക്കുവന്റെ പരിശ്രമമല്ലേ നമ്മളൊരു നേരം മീൻകറി കൂട്ടുന്നത്? ഓന്റെ അധ്വാനല്ലേ നമ്മൾ കൂട്ടുന്നത്? എല്ലാവരും റസൂൽ പറഞ്ഞൊരു കാര്യമുണ്ട്. അതെന്താ? പക്ഷികൾക്ക് ഭക്ഷണം നൽകുന്ന പോലെ ഞാൻ നിങ്ങൾക്ക് ഭക്ഷണം നൽകും. വീട്ടിലിരുന്നാ പോരാ. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, സ്വന്തം മകൻ അധ്വാനിക്കാതെ ബാപ്പ കൊണ്ടുവരുന്നത് മാത്രം തിന്ന് പൊരേ കുത്തറിന് മൊബൈൽ കളിക്കുകയാണെങ്കിലോ ഓനെ നമ്മൾ നിലക്കിർത്തൂലേ? ഓനോട് നമ്മൾ പറയില്ലേ, ഇങ്ങനെ ഓസിക്ക് തിന്ന് ജീവിക്കാതെ എന്തെങ്കിലും ഒരു നൂറുപ്പിണ്ടാക്കി വാമോനേന്ന്? അതല്ല പറയാണ്. നിങ്ങൾ വീട്ടിൽ കുത്തിരിന പടച്ചോന്റെ ചോറ് എന്ന് പറഞ്ഞിട്ട് അള്ള വായിൽ കൊണ്ടുപോയി ചോറിറക്കി തരില്ല. പക്ഷികളെ കണ്ട് പഠിക്കൂന്ന് ഹദീസാണ്. അവർ അള്ളാഹുൽ തവക്കുൽ ചെയ്ത് പ്രഭാതത്തിൽ ഇറങ്ങുന്ന ഒട്ടിയ വയറുമായി
എന്നിട്ട് അല്ലാഹ് പറയാണ്, പ്രദോഷത്തിൽ വയറ് നിറയെ മേടയിൽ മുഴുവനും നെല്ല് മക്കൾക്ക് കൊടുക്കാനുള്ളത് വരെ ചുണ്ടിൽ ശേഖരിച്ച് പക്ഷികൾ തിരിച്ചു വരുന്ന പോലെ നിങ്ങൾക്കുള്ള ഉപജീവനം ഈ ഭൂമിയിൽ വെതറി വെച്ചിട്ടുണ്ട്. പോയിക്കോളി, അധ്വാനിച്ചോളി. അധ്വാനിക്കുന്ന നിങ്ങൾ അല്ലാഹ് നിരാശപ്പെടുത്തൂല, നിങ്ങൾക്കുള്ള അവിടെ ഉണ്ടാവും. ഒരു ആലിമിന്റെ ക്ലാസ്സിൽ ഞാൻ കേട്ടൊരു കാര്യമാണ് സൗദിയിലെ. അതെന്താന്ന് പറഞ്ഞാൽ, ഒരാൾ കിണറിൽ വീണു, ആയക്കിണറിൽ വീണു. അയാൾ എല്ലാവരും എടുത്തു പൊന്തിച്ചു, ഒരു പരിക്കില്ല അയാൾക്ക്. അയാൾ ഒരു ഗ്ലാസ് വെള്ളം ചോദിച്ചു, ആ വെള്ളം അയാൾക്ക് കൊടുത്തു. ആ വെള്ളം കുടിച്ച് പൂർത്തിയായപ്പോൾ അയാൾ മരിച്ചു വീണു. എന്നിട്ട് ആലിം പറയണം, റസൂലുള്ളാഹിന്റെ ഒരു വചനം പറയണം അയാള്. അതെന്താ? അല്ലാഹ് നിങ്ങൾക്ക് നിശ്ചയിച്ച വെള്ളവും ഭക്ഷണവും നിങ്ങൾ കഴിക്കാതെ ഈ ലോകത്ത് നിങ്ങൾ വിട പറയില്ല, അവസാനം വരെ നിശ്ചയിച്ചത് നിങ്ങൾക്ക് കിട്ടുമെന്ന്. അതുകൊണ്ട് തന്നെ എല്ലാവരോടും പറയണം, നമ്മളൊരു യാത്രക്ക് പോകേണ്ടവരാണ്. ദുനിയാവ് ഇതെല്ലാം ഉണ്ടാക്കി, കൊട്ടാരൊക്കെ ഉണ്ടാക്കി അവിടെ ഇങ്ങനെ കഴിഞ്ഞുകൂടേണ്ടവരല്ല. അതെല്ലാം വിട്ടു പോകും അല്ലേ? എല്ലാം വിട്ടു പോകൂലേ? അതൊരു വല്ലാത്ത യാത്രയല്ലേ? സ്വത്തൊക്കെ ബാക്കിയുള്ളവർ എടുക്കൂലേ? നമ്മുടെ കസേരയിൽ വേറൊരാൾ ഇരിക്കൂലേ? നമ്മുടെ ഭാര്യയെ വേറൊരാൾ കല്യാണം കഴിക്കൂലേ? ചിന്തിക്ക്, ആലോചിക്ക്. നമ്മുടെ സ്വത്ത് അനന്തരം എടുക്കൂലേ? എടുക്കും. അപ്പൊ ദുനിയാവിൽ നമ്മൾ എന്താ വേണ്ടത്? മറ്റുള്ളവർ അനന്തരം എടുക്കുന്നതിന് മുമ്പ് ഇതുകൊണ്ട് സ്വർഗം നേടാൻ നോക്കുകയാണ് മനുഷ്യർ, ബുദ്ധിയുള്ളവർ ചെയ്യേണ്ടത്. മുത്തുനബി അത് പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് അങ്ങനെ ചിന്തിക്കുന്ന, അങ്ങനെ ആലോചിക്കുന്ന സജ്ജനങ്ങളിൽ അള്ളാഹു നമ്മെ ഉൾച്ചേർത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാം അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസ്സഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ് ഉസീകും വഇയ്യായ സാനിയം ബിത്തഖ്വല്ലാഹ് യാ അയ്യുഹല്ലദീന ആമനു ഇത്തഖുല്ലാഹ ഹഖ്ക തുഖാതി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. ഒരിക്കൽ കൂടി അള്ളാഹുവിനെ സൂക്ഷിക്കാൻ ഓർമ്മപ്പെടുത്താണ്. 2 ഖുർആനിക വചനം വളരെ ശ്രദ്ധിച്ച് കേൾക്കുകയും അതിൽ നിന്നുള്ളൊരു കണ്ടന്റ്, ഖുർആനിൽ നിന്നുള്ളൊരു കണ്ടന്റ് നമ്മുടെ ജീവിതത്തെ തന്നെ പരിവർത്തിപ്പിക്കുന്നു എന്നതാണ് ഏറ്റവും ഗൗരവമായ. മനുഷ്യനെ ഇത്രയേറെ ഹെറ്റ് ചെയ്തിട്ടുള്ളൊരു ഗ്രന്ഥം, സത്യസന്ധമായി യാതൊരു പക്ഷപാതിത്വവും ഇല്ലാതെ പറയുകയാണെങ്കിൽ ജീവിതത്തെ ഇങ്ങനെ കറക്റ്റ് രൂപപ്പെടുത്തുന്ന ഒരു ഗ്രന്ഥം മാനവ സമൂഹത്തിന്റെ കൈകളിൽ ഇന്ന് വരെ ഉണ്ടായിട്ടില്ല. അതുകൊണ്ടാണ് അശ്വമേധത്തിന്റെ പ്രദീപ് പറഞ്ഞത്, ഞാൻ വായിച്ചിട്ട് ഏതെങ്കിലും ഒരു പുസ്തകം മെയിനായിട്ട് പറയാൻ നിങ്ങൾ എന്നോട് ആവശ്യപ്പെട്ടാൽ അത് വിശുദ്ധ ഖുർആനാണ്. വെറുതെ പറഞ്ഞല്ല, മനസ്സ് തട്ടി പറഞ്ഞാണ്. ആത്മാർത്ഥമായ ഒരു ഗ്രന്ഥത്തെ നിങ്ങൾ നോക്കൂ. അല്ലാഹ് പറയണം, അം ഹസിബ്തും മൻ തദ്ഖുലുൽ ജന്ന, സ്വർഗത്തിലേക്ക് എളുപ്പത്തിൽ കടന്നു പോകാം എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? ആ ചോദ്യം മനസ്സിലായല്ലോ? ഇവിടെ ഇരിക്കുന്ന ഓരോ സ്ത്രീ പുരുഷനോട് അല്ലാഹ് ചോദിക്കുകയാണ്, അല്ല സ്വർഗത്തിലേക്ക് ഷോപ്പിംഗ് മാളിലേക്ക് കയറിപ്പോകുന്ന പോലെ അങ്ങനെ അങ്ങ് എളുപ്പത്തിൽ കയറിപ്പോകാമെന്ന് കരുതുന്നുണ്ടോ? വലമ്മാ യഅലമില്ലാഹുല്ലദീന ജാഹദൂ മിൻകും വയഅലമസ്വാബിരീൻ. അതായത് നിങ്ങളിൽ ആരൊക്കെയാണ് ക്ഷമിക്കുന്നത്, പരീക്ഷണങ്ങളിൽ ക്ഷമിക്കുന്നത് എന്ന് നോക്കാതെ, നിങ്ങളിൽ ആരൊക്കെയാണ് മഹാത്യാഗം അനുഭവിക്കുന്നത് എന്ന് നോക്കാതെ, ധർമ്മസമരത്തിൽ ഏർപ്പെടുന്നത് ആരൊക്കെയാണെന്ന് നോക്കാതെ സ്വർഗത്തിൽ പോകാൻ നിങ്ങൾ വിചാരിക്കുകയാണോ? സൂറത്ത് ആൽ ഇംറാനിലെ 142 വചന, ആ വചനം നമ്മൾ വായിക്കണം. ആ വചനം നമ്മൾ വായിച്ചിട്ട് നമ്മളത് മനസ്സിൽ തട്ടി നോക്കണം. അങ്ങനെ നോക്കും കാണാൻ പറ്റുന്നത് പടച്ചോ നമ്മളെ എളുപ്പത്തില് വേറൊരു സ്ഥലത്ത് ചോദിക്കേണ്ട മുഅ്മിനായി അയ്യകൂനു മുഅ്മിനീൻ, മുഅ്മിനീങ്ങളായി എന്നുള്ളത് കൊണ്ട് അല്ലാഹ് നിങ്ങളെ പരീക്ഷിക്കൂല എന്നാണോ? ഏറ്റവും കൂടുതൽ ലോകത്ത് പരീക്ഷിക്കപ്പെട്ടത് അശദ്ദുൽ ബലാ അൽ അംബിയാ, അംബിയാക്കളാണ്, പുണ്യവാളന്മാരാണ്, മാസൂമികളാണ്. അവരേറ്റവും കൂടുതൽ പരീക്ഷിക്കപ്പെടും. അങ്ങനെ പരീക്ഷിച്ച് ഉമിത്തിയിൽ സ്വർണ്ണമിട്ട് ഊതിക്കാച്ചി പൊന്നാക്കുന്ന പോലെ അനേക പരീക്ഷണങ്ങളിലൂടെ, അനേക ത്യാഗങ്ങളിലൂടെ ഈ അടിമയുടെ ഹൃദയത്തെ സ്ഫുടം ചെയ്തെടുക്കുന്ന മഹാപ്രക്രിയ ഇസ്ലാമിന്റെ മഹത്വത്തിന്റെ ഭാഗമാണ്. അത് നമ്മൾ അറിയണം. 2ാമത്തെ വാചകം സൂറത്ത് ബഖറയിലെ 214 വാചകമാണ്. തുടക്കം സെയിമാണ്. അം ഹസിബ്തും മൻ തദ്ഖുലുൽ ജന്ന. നേരത്തെ ചോദിച്ച അതേ ചോദ്യം. അല്ല, എളുപ്പത്തിൽ സ്വർഗത്ത് പോകാന്ന് വിചാരിക്കുന്നുണ്ടോ? ഈ ആയത്ത് ഇറങ്ങണത് എപ്പോഴാ അറിയോ? അല്ല തദ്ഖുലന അബൂദർ വന്നിട്ട് ചോദിച്ചല്ലോ നബിയോട്, അബൂദറാണോ നബിയെ, എന്റെ ശരീരം മുഴുവനും പൊട്ടിയൊലിക്കുന്നത് കണ്ടില്ലേ, ശത്രുക്കൾ ഞങ്ങളെ ആക്രമിക്കുന്നത് കണ്ടില്ലേ എന്ന് ചോദിച്ചപ്പോ പറയുന്നത്, സ്വർഗത്തിൽ വലമ്മാ യഅതികും മസലുൽ ലദീന ഖലൗ മിൻ ഖബ്ലികും മസ്സതുഹുൽ ബഗ്സാഉ വദ്ദറാഉ വസുൽസിലു ഹത്താ യഖൂല അർ-റസൂലു വല്ലദീന ആമനൂ മഅഹും മതാ നസ്റുല്ലാഹ് അലാ ഇന്ന നസ്റല്ലാഹി ഖരീബ്. ഇതൊക്കെ പ്രത്യേകം എടുത്ത് പഠിക്കണം. അമാനുകളുടെ പരിഭാഷ നോക്കുകൊണ്ടുള്ള
ഇനി അറബി തഫ്സീറിലേക്ക് കടന്നാലോ, മനോഹരമായ എത്രമേലാണ് എഴുതപ്പെട്ടിട്ടുള്ളത്. അല്ല, നിങ്ങളുടെ മുമ്പ് കഴിഞ്ഞുപോയവർക്ക് വിശ്വാസികൾക്കുണ്ടായതുപോലെ അനുഭവങ്ങളും പരീക്ഷണങ്ങളും നിങ്ങൾക്ക് വന്നെത്തുന്നത് വരെ സ്വർഗത്ത് പോകാന്ന് കരുതുന്നുണ്ടോ? എന്നിട്ട് റസൂൽ പറഞ്ഞു കൊടുക്കുകയാണ്, എന്ത്, ഇങ്ങനെ മണ്ണിൽ കുഴിച്ചിട്ട് ഈർച്ചവാള് കൊണ്ട് മര കയറുന്ന രണ്ടാക്കുന്ന പോലെ സക്കരിയ നബിയെ ചെയ്തിട്ടുണ്ട്, യഹ്യാ നബിയെ കളച്ഛേദം ചെയ്തിട്ടുണ്ട്, അംബിയാവും ജൂതന്മാർ പ്രവാചകന്മാരെ കൊന്നിട്ടുണ്ട്, ഇരുമ്പിന്റെ ചീർപ്പ് കൊണ്ട് മാംസം പെയ്തെടുത്തിട്ടുണ്ട്, കഠിനമായ പരീക്ഷണങ്ങൾക്ക് വിധേയമായിട്ടുണ്ട്. ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരോടും ഞാൻ പറയുന്നത്, ജീവിതത്തിൽ പരീക്ഷണങ്ങളുടെ ഏറ്റക്കുറവുകൾ വ്യത്യസ്തമായിരിക്കും. ഒരു വീട്ടിന് മാരക രോഗം, വേറൊന്ന് പലിശ കൊണ്ട് പൊറുതിമുട്ടൽ, വേറൊന്ന് മക്കളെ കഞ്ചാവടിക്കുന്നു എന്നുള്ളത്, വേറൊന്ന് മോൾക്ക് എത്ര പറഞ്ഞിട്ട് മനസ്സിലാകുന്നില്ല, ഒക്കെ ഒരു അന്യപുരുഷനായിട്ട് ഒരു അന്യമത്തിലെ പയ്യനുമായി ഇങ്ങനെ ഏതൊക്കെ വിധേനയുണ്ടോ ആ പരീക്ഷണങ്ങൾ ഇങ്ങനെ തുടരുമ്പോ അല്ല പറയാണെന്ത്, വിറപ്പിക്കപ്പെട്ടിട്ടുണ്ട്, ഹൃദയം തൊണ്ടക്കുഴിയിലേക്ക് വന്നിട്ടുണ്ട് അവർക്ക്. എന്നിട്ട് അവർ ചോദിച്ചു, പ്രവാചകന്മാർ വരെ ചോദിച്ചു, അല്ലാ നീ കാണുന്നില്ല അല്ലാ, നിന്റെ സഹായമില്ലേ അല്ലാ എന്ന് ചോദിക്കുമാറ്. അലാ ഇന്ന നസ്റുല്ലാഹി കരീം, ക്ഷമിക്കുന്നവർക്ക് അല്ലാഹു പറ, ദാ തൊട്ടടുത്തുണ്ട്, ഒന്ന് ക്ഷമിക്ക്, അള്ളാഹു തരുന്നത് ഗംഭീരമായിരിക്കും. ഈ ആശ്വാസം ഇന്നത്തെ ഖുത്ബയിൽ ഉണ്ടാക്കുന്നത് മാത്രമേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. എല്ലാ വശവും പറയാൻ കഴിയില്ല, എല്ലാ വശവും. അലി റളിയല്ലാഹു ഒരു യുദ്ധം നടന്നുകൊണ്ടിരിക്കുമ്പോ ചെറുങ്ങനൊരു പൈശാചികത. അലീബിൻ അബീ ത്വാലിബിന്, ആരാ അലീബിൻ അബീ ത്വാലിബ് എല്ലാവർക്കും അറിയില്ലേ, പിശാച് തോറ്റ മനുഷ്യനാണ്. എന്നാലും മനുഷ്യന്റെ മനസ്സിൽ ഇങ്ങനെ മന്ത്രിക്കല്ലോ, ഇന്ന് പോയാൽ കൊല്ലപ്പെട്ടാലോ, ഒരു ജീവിതാ പോകുന്നത്. അലി റളിയല്ലാഹുവിന്റെ മനസ്സിലാണ് ഒരു ജീവിതാ പോണെന്ന്. ഉടനെ തന്നെ അലി റളിയല്ലാഹു അള്ളാഹു ഹെൽപ്പ് ചെയ്തു. അദ്ദേഹത്തിന്റെ മനസ്സിൽ സച്ചിന്ത തോന്നി, അല്ല അള്ളന്ന് മരണം നിശ്ചയിച്ചാൽ ഞാൻ വീട്ടിലിരുന്നാലും മരിക്കും. ഇനി അല്ല എനിക്ക് മരണം നിശ്ചയിച്ചിട്ടില്ലേ, ഏത് യുദ്ധത്തിലും ഞാൻ ഒന്നും ആവൂല, പിന്നെ ഞാൻ ബേജാറാവണേ. ഇങ്ങനെയുള്ള പോസിറ്റീവ് തിങ്കിങ്, നമുക്ക് ഇറങ്ങിത്തിരിക്കാവുന്ന കാര്യത്തിലൊക്കെ ഇറങ്ങുക, പരമാവധി അധ്വാനിക്കുക. എന്നിട്ടോ ഫൈദാ അസംത ഫതവക്കൽ അലല്ലാഹ്. ഭാര്യയുടെ കാര്യത്തിലും മക്കളുടെ കാര്യത്തിലും ഭർത്താവിന്റെ കാര്യത്തിലും കുടുംബത്തിന്റെ കാര്യത്തിലും ഒരുപാട് പ്രശ്നമുണ്ടായി, ചെയ്യാവുന്നതിന്റെ മാക്സിമം ചെയ്തു. ഹോസ്പിറ്റൽ ഐസിയുവിൽ നിൽക്കുകയാണ്. ഞാനിപ്പോ അബ്ദുൽ മജീദ് സാഹിബിന്റെ ഐസിയുവിൽ കയറി കണ്ട് ഡോക്ടർമാർ ഡിസ്കസ് ചെയ്ത് പുറത്തിറങ്ങും. അദ്ദേഹത്തിന്റെ ബ്രദേഴ്സും മക്കളും ഒക്കെ നിൽക്കുന്നുണ്ട്. ലണ്ടനിലായിരുന്നു മക്കൾ, അവിടുന്ന് വന്നിട്ടുണ്ടവര്. അപ്പൊ അവിടെ നിൽക്കുമ്പോൾ അവരുടെ മുഖത്തൊക്കെ നിരാശയാണ്. ഞാൻ പറഞ്ഞു, പടച്ചോൻ എന്താ കണക്കാക്കിയത് അതേ വരുള്ളൂ. നമ്മൾ ചെയ്തല്ലോ, നമ്മൾ പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിച്ചു, ഏറ്റവും മുന്തിയ ട്രീറ്റ്മെന്റ് കൊടുത്തു, റബ്ബിനോട് നമ്മൾ ദുആ ചെയ്തു. അതല്ലാത്ത എന്ത് ചെയ്യാനുണ്ട് നമുക്ക്? അതല്ലാത്ത എന്താ നമുക്ക് ചെയ്യാൻ? അത് ചെയ്തു കഴിഞ്ഞാൽ ഫൈദാ അസംത ഫതവക്കൽ അലല്ലാഹ്, അള്ളാഹുവിൽ തവക്കുൽ ചെയ്യുന്നത് അള്ളാഹു പറയും എനിക്ക് നിങ്ങൾ ഇഷ്ടമാണ്, അങ്ങനെ തവക്കുൽ ചെയ്യുന്നവർ എനിക്ക് ഇഷ്ടമാണ്. 3-ാം അധ്യായം 159. അള്ളാഹു നമുക്ക് ഖൈറും ബർക്കത്തും ചൊരിഞ്ഞ് നിരാശയില്ലാത്ത, ഒരുപാട് പ്രതീക്ഷകളുള്ള, അമിതമായി മോഹിക്കാത്ത, നിരാശ ബാധിക്കാത്ത ആളുകളുടെ കൂട്ടത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഉൾച്ചേർത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, കഴിഞ്ഞ ആഴ്ച നമ്മൾ 2 AC കുറിച്ച് പറഞ്ഞിരുന്നു. അതിവിടെ ഓഫറായി പൂർത്തിയായി. അള്ളാഹു അവർക്ക് ഏറെ പ്രതിഫലം നൽകുകയും ഇതുപോലെയുള്ള സത്കർമ്മങ്ങളിൽ വീണ്ടും വീണ്ടും പങ്കാളികളാകാൻ അവർക്ക് സാധ്യമാകുമാറാകട്ടെ എന്നതാണ്. അപ്പൊ അടുത്ത മാസം നമ്മുടെ മദ്രസയുടെ പ്രൊജക്ട് അത് രജിസ്റ്റർ ചെയ്യുകയും മറ്റു കാര്യങ്ങളും വേണം. അപ്പൊ എത്രയും പെട്ടെന്ന്, കഴിഞ്ഞ ആഴ്ച ഞാൻ വളരെ വൈകാരികമായ വിഷയം ഇവിടെ അവതരിപ്പിച്ചിരുന്നു. അപ്പോൾ ആ നിലക്ക് മദ്രസയുടെ കാര്യങ്ങളിൽ നല്ലൊരു ചിന്ത ഉണ്ടാവും. പിന്നെ എല്ലാ ദിവസങ്ങളിലും നമ്മുടെ ചുറ്റുവട്ടത്ത് ഒരുപാട് ദീനിയായ പരിപാടികൾ, പ്രഭാഷണങ്ങൾ, ആയത്തുകളും ഹദീസുകളും ചരിത്രങ്ങളൊക്കെ ഉദ്ധരിച്ചു. അതിലൊന്ന് ഇടവണ്ണ നടക്കുന്നുണ്ട്. മഗ്‌രിബിന് ശേഷം നല്ലൊരു പ്രോഗ്രാം, നമ്മുടെ ആദർശ സമ്മേളനം. അവിടെ എത്തിപ്പെടാൻ പറ്റുന്ന ആളുകളൊക്കെ സ്വന്തം വണ്ടിയോ അല്ലാതെയോ ബസ്സിൽ കയറിയിട്ടോ ഒക്കെ. പിന്നെ നമ്മുടെ പള്ളിയുടെ ദൈനംദിന കാര്യങ്ങളിൽ നമുക്കിതൊക്കെ നടക്കണ്ടേ? വലിയ സംവിധാനങ്ങളല്ലേ നമ്മളിവിടെ ഏർപ്പെടുത്തി. നിങ്ങൾ വരുന്നു, AC-യിലിരിക്കുന്നു, നല്ല ഖുതുബകൾ കേൾക്കുന്നു. അപ്പൊ അള്ളാഹിന്റെ മസ്ജിദ് ഇങ്ങനെ ഒരുക്കിയത് കൊണ്ടാണല്ലോ നമുക്ക് ഈ സൗകര്യങ്ങളൊക്കെ ഉണ്ടായത്. ഇവിടെ വരാനും ഇരിക്കാനും ഒക്കെ നമുക്ക് തോന്നുന്നത് അതുകൊണ്ടാണല്ലോ. അതുകൊണ്ട് ഇത് നമ്മുടേതാണ്, അള്ളാഹുവിന്റെ മസ്ജിദാണ്, ബൈത്തുള്ളയാണ്. ആ ബൈത്തുള്ളയെ ആരാ സഹായിക്കുക? അല്ല എന്തായാലും ഇറങ്ങിയെന്ന് പെട്ടിന്ന് പൈസ തരൂല എന്ന് ഉറപ്പാണല്ലോ. ആ നടപടി അള്ളാഹുവിന്റെ മഹത്വത്തിന് നിലക്കാത്താണെന്ന് നമുക്കറിയാലോ. നമ്മൾ പഠിച്ച അഖീദയുടെ പ്രാധാന്യം അതല്ലേ. പക്ഷെ അള്ളാഹു മനുഷ്യരോട് നിങ്ങൾ എന്താ ചെയ്യണത് എന്ന് നോക്കും. അപ്പൊ നമ്മളൊക്കെ ചോദിക്കാൻ വേണ്ട, ഈ പള്ളിയിൽ ഇങ്ങനെയൊക്കെ സൗകര്യം ഉണ്ട്, എന്നാ ഇതിന്റെ വരുമാനം, ഇതെങ്ങനെയാ നടക്കുന്നത്? ഞാനൊരു തുക തരാം. എന്റെ 2-3 ഷോപ്പുകൾ ഉണ്ടെന്ന സ്ഥലത്ത് അതിന് ഇത്ര വാടക കിട്ടും, അതിൽ ഇത്ര പെർസെന്റേജ് നിങ്ങൾക്ക് തരാം. എന്തെല്ലാം മാർഗങ്ങളാ ഇതൊക്കെ നിലനിൽക്കാൻ. ആ കാര്യങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കുക. കൊടുക്കുമ്പോൾ ബക്കറ്റിൽ കനം തൂങ്ങുന്ന വിധത്തിൽ കൊടുക്കുക. ഞാൻ പറയുന്നത്, ഒരു 40 കൊല്ലം മുമ്പ് 10 റുപ്യ കൊടുത്ത് ശീലിച്ചിട്ട് 40 കൊല്ലം അത് തന്നെ അല്ലേ. അയക്കുറ വാങ്ങാൻ 600 പറഞ്ഞാൽ 2 കിലോ പോരട്ടെ എന്നറിയും.
ഓറഞ്ച് വാങ്ങാൻ ചെല്ലുമ്പോൾ അതിന് 100 രൂപ ഉണ്ടെന്ന് പറഞ്ഞാൽ 200 രൂപ 2 കിലോ പോർട്ടയാണ്. അതേ ആളുകൾ 10 രൂപ പള്ളിയിലെ ബക്കറ്റിൽ നിന്ന് കാണുമ്പോൾ വല്ലാത്തൊരു സങ്കടമുണ്ട്. 40 കൊല്ലം കൊണ്ട് 10ൽ നിന്ന് 20ലേക്ക് ഒരു പ്രോഗ്രസ് ഉണ്ടായില്ല എന്ന് പറഞ്ഞാൽ എത്ര മോശമായ കാര്യമാണ്. നിങ്ങളെ ഒരു വല്ലാത്തൊരു ലജ്ജ തോന്നില്ലേ? അതുകൊണ്ട് കൈ നിറയെ കൊടുക്കുക, അതേ ഉണ്ടാവുള്ളൂ. ഒന്ന് ആലോചിച്ചതൊക്കെ കൊടുത്തിട്ട് ഇത് എങ്ങനെ അല്ല പറയാണ്, ഒട്ടകക്കുട്ടിയെ നിങ്ങൾ വളർത്തുന്ന പോലെ എന്റെ കയ്യിലിട്ട് നിങ്ങളുടെ സദക്ക ഞാൻ വളർത്തും, ആകാശത്തോളം ഉയരും, നെൽക്കതിരുകളിലുള്ളത് പോലെ, അങ്ങനെയൊക്കെ വർണ്ണിച്ചിട്ടുണ്ട് ഖുർആൻ. അതുകൊണ്ട് അള്ളാഹുവിന്റെ വജൂദ്ദേശിച്ച് എല്ലാവരും ദാനം ചെയ്യുക. ഒന്നുകൂടി പറയുന്നു, നിരാശ കൊണ്ട് പ്രത്യേകിച്ച് കാര്യം, നിരാശപ്പെട്ട് വീട്ടിലിരുന്നിട്ട് തന്നെ കാര്യമുണ്ടോ? പരിശ്രമിക്കുക. വൈദാ ഫറഅത ഫൻസബ് വഇലാ റബ്ബിക ഫർഅബ്. അൽഹംദുലില്ലാ, ഞാൻ ആയത്ത് പൂർമ്മ നോട്ട് ചെയ്താണ്, അതിപ്പം പെട്ടെന്ന് ഓർമ്മ. അത് ഒരു പണി കഴിഞ്ഞാൽ മറ്റൊരു പണി, ഒരു അധ്വാനം കഴിഞ്ഞാൽ വേറൊരു ചെറിയൊരു റെസ്റ്റ്. റസൂൽ എന്ന് പറയുന്നുണ്ട്, എന്റെ കണ്ണുകൾ ഉറങ്ങുന്നത് പോലും സമൂഹത്തിന്റെ നന്മക്ക് വേണ്ടിയാണ് ആയിഷ എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. അപ്പൊ ചെറുങ്ങത് ഉറങ്ങുക, കൂടുതൽ അധ്വാനിക്കുക. എന്നിട്ട് അല്ല പറയണത് എന്താ അറിയോ? നിങ്ങളൊരു പണി കഴിഞ്ഞ ഒരു പണി ചെയ്യും, നിങ്ങൾ ചെയ്യേണ്ടത് ചെയ്ത്, എന്നിട്ട് വൈലാ റബ്ബിക ഫർഅബ്, നിങ്ങളുടെ ആഗ്രഹങ്ങൾ മുഴുവനും നിങ്ങളുടെ റബ്ബിനോട് പറഞ്ഞോളീ. അതിന്റെ അർത്ഥം ജിന്നിനോട് പറയാൻ പാടില്ല, മലക്കിനോട് പറയാൻ പാടില്ല, പടച്ചവനോട് പറയേണ്ടത് പടച്ചവനോട് പറയാ. അത് അള്ളാഹിനോട് പറയേണ്ടത് അള്ളാഹിനോട് പറയാനാ പറഞ്ഞു. അതല്ലേ വൈലാ റബ്ബിക ഫർഅബ്, വൈലാ ജിന്നിക ഫർഅബ് അല്ല, വൈലാ റബ്ബിക ഫർഅബ്. അങ്ങനെ അള്ളാഹ് പഠിപ്പിച്ചത്. അങ്ങനെയാണ് നമ്മളും പഠിപ്പിക്കുന്നത്, അങ്ങനെയാണ് ജനങ്ങളെ നമ്മൾ പഠിപ്പിക്കുന്നത്. ആ ജനങ്ങൾക്ക് തർബിയത്ത് കൊടുക്കുന്നത്. അതുകൊണ്ട് റബ്ബിലേക്ക് സകലമാന കാര്യങ്ങളെയും മടക്കുകയും സർവശക്തനിലേക്ക് കൂടുതൽ തഖ്വയോടുകൂടി മടങ്ങുകയും പ്രവാചക ചര്യയുടെ മഹത്വത്തെ മനസ്സിന്റെ അന്തരാളങ്ങളിൽ രൂഢമൂലമാക്കി കാത്തു സൂക്ഷിക്കുകയും ഈമാൻ ഊതിക്കാച്ചിയ പൊന്നുപോലെ ഹൃദയത്തിൽ എന്നും കൊണ്ടു നടക്കുകയും ചെയ്യുക. സർവശക്തൻ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവിധ തിന്മകളിൽ നിന്നും അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. നാളെ മഹ്ശറയിൽ എരിപിരുകൊള്ളുന്ന മഹ്ശറയിൽ അർശിന്റെ തലം നൽകി അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു മുഗ്ഫിറിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത്. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അഅ്യുനിൻ വജ്അൽനാ ലിൽ മുത്തഖീന ഇമാമാ. റബ്ബനാ ലാ തുസീഗ് ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ വഹബ് ലനാ മിൻ ലദുൻക റഹ്മ ഇന്നക അൻതൽ വഹാബ്. റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. വസല്ലല്ലാഹു വസല്ലമ അലാ നബിയിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.